തിരികെ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി കൊടുത്തിട്ടും CPM പഠിച്ചില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വെൽഫെയർ പാർട്ടി അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി നേടിയത് മികച്ച മുന്നേറ്റമാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച സ്ഥലങ്ങളിൽ പോലും വലിയ വിജയം നേടി. ഇതിനു പിന്നാലെയാണ് വിജയിച്ച അംഗങ്ങളുടെ സംഗമവും സ്വീകരണവും നടത്തിയത്. മുഖ്യമന്ത്രി മുതൽ കുട്ടി സഖാവ് വരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെന്ന് പരിപാടിയിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കേരളം ഇവർക്ക് മറുപടി നൽകിയിട്ടും CPM പാഠം പഠിച്ചില്ല എന്നതിന്റെ തെളിവാണ് ചില ബാലന്മാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നതെന്നും റസാഖ് പാലേരി വിമർശിച്ചു. എല്ലാ പാഠവും കേരളം പഠിപ്പിച്ചിട്ടും CPM ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ചെറിയ ബാലന്മാർ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. പക്ഷേ ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ പ്രബുദ്ധ മണ്ണ് സമ്പൂർണമായി കടപുഴക്കി എറിയും എന്നതിൽ നമുക്ക് സംശയമില്ല. വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്നും താൻ വിരമിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതായി പരിപാടി ഉദ്ഘാടനം ചെയ്ത ഹമീദ് വാണിയമ്പലവും പറഞ്ഞു. കേരളം ഇത് തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി, ഭരിക്കുന്ന പാർട്ടി കേരളം മുഴുവൻ നടന്ന വിദ്വേഷ പ്രചരണം നടത്തിയപ്പോൾ ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും കേരളം അതിന് മറുപടി കൊടുത്തിട്ടും അവസാനത്തെ തെരഞ്ഞെടുപ്പിലും അപകടകരമായ രീതിയിലാണ് അവർ ഉപയോഗിച്ചത്. മതനിരപേക്ഷ കേരളമാണ് തകർന്നു പോകുന്നത്, നിങ്ങൾ RSSനാണ് വഴിയൊരുക്കുന്നത്. വ്യത്യസ്ത ചർച്ചകളും പരിപാടിയിൽ നടന്നു. വിജയിച്ച തദ്ദേശ സ്ഥാപനങ്ങളിൽ അടുത്ത 5 വർഷം വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാനും തീരുമാനമായി. മീഡിയ 1 കോഴിക്കോട്.